ഹായ്, എല്ലാവർക്കും നാത്തൂൻ സ്പൈസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നാത്തൂൻ സ്പെഷ്യൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പിസയാണ് കേട്ടോ. ഇതൊരു ഒതൻറ്റിക് ഇറ്റാലിയൻ പിസയൊന്നുമല്ല, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് ചീസും ഓവനും ഒന്നും ഇല്ലാതെ അല്പം നാടൻ ഫ്ലേവറിൽ ഉണ്ടാക്കുന്ന പിസയാണ്. ഓവൻ ഉപയോഗിച്ചിട്ടുള്ളതും ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം മൈദയാണ്. ഇതുകൊണ്ടൊരു മീഡിയം പിസയും ഒരു കുട്ടി പിസയും ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇത് ചേർത്ത് നന്നായിട്ട് ഫോർക്ക് കൊണ്ടൊന്ന് ഇളക്കുക. പിന്നെ വേണ്ടത് 60 ml കട്ട തൈരാണ്, പുളിയില്ലാത്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഇനി അല്പാൽപമായി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഡോ നന്നായിട്ട് സോഫ്റ്റ് ആവണം, അതുവരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഡോയ്ക്ക്. ഈസ്റ്റ് ആഡ് ചെയ്ത് എങ്ങനെയാണ് ഡോ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കുബൂസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് ഉള്ളവർ അങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്ക് ഈ ഡോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, എങ്കിലേ അത് പുളിച്ച് പൊങ്ങുകയുള്ളൂ. അത് പുളിച്ച് പൊങ്ങി വരുമ്പോഴേക്കും നമുക്ക് പിസയ്ക്ക് ആവശ്യമായിട്ടുള്ള സോസും ചീസും ഉണ്ടാക്കാം. സോസ് ഉണ്ടാക്കാൻ നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. ഇനി 1 ഇടത്തരം സവാള കഷ്ണങ്ങളായി മുറിച്ചത്, 2 ഇടത്തരം തക്കാളി കഷ്ണങ്ങളായി മുറിച്ചത്, 2 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 80 ml ചൂടുവെള്ളം ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. വെള്ളം തിളച്ച് വറ്റി കഴിഞ്ഞ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഈ മിശ്രിതം തണുത്ത് കഴിഞ്ഞ ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസയ്ക്ക് ആവശ്യമായിട്ടുള്ള സോസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മറ്റൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കേണ്ടത്. ഞാൻ കുറച്ചായിട്ട് ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം മൈദയൊക്കെ നന്നായിട്ട് മിക്സായി. ഇതിലേക്ക് 250 ml പാല് കൂടി ചേർക്കുക. ഇതാ കണ്ടോ, ഈ കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചീസും റെഡി ആയി കഴിഞ്ഞു. ഇനി ഡോ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാം. 150 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാനത് വെച്ചിരിക്കുന്നത്. അത് ഓവൻ്റെ കാര്യത്തിലാണ്. ഇനി പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പാനിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു തട്ട് വയ്ക്കുക. ഇനി ഇതുപോലത്തെ തട്ടില്ലെങ്കിൽ നമ്മൾ ഈ അരിയൊക്കെ വാർക്കാൻ ഉപയോഗിക്കുന്ന തട്ട് ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം അടപ്പ് വെച്ച് അടച്ച് അതും പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. നമ്മുടെ ഡോ ഞാൻ 2 ബോളാക്കി അതിൽ ചെറിയ ബോൾ കൊണ്ട് ഒരു കുട്ടി പിസ ഉണ്ടാക്കുകയാണ്. ഇതുപോലത്തെ ചെറിയ പ്ലേറ്റിൽ ഇതുപോലെ പരത്തുക. ഇനി ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോസൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കുറച്ചുകൂടെ ആ ഡോയ്ക്ക് ഒരു ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ആദ്യം തക്കാളി സോസ് വേണം തേക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തക്കാളി സോസ് ആഡ് ചെയ്യുക. അതിനുശേഷം ചീസ് ആഡ് ചെയ്യുക. ഇനി കയ്യിലുള്ള ക്യാപ്സിക്കം അരിഞ്ഞതും ഓനിയനും ഒക്കെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. പിസയുടെ ടോപ്പിംഗ് ആയിട്ട് വേവിച്ച ചിക്കൻ പീസോ അല്ലെങ്കിൽ സോസേജോ ഒക്കെ കൊടുക്കാം കേട്ടോ. ഇനി പിസ ബേക്ക് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് നമ്മുടെ ആ പ്ലേറ്റ് വയ്ക്കുക. അടച്ച് ഒരു 15 മിനിറ്റോളം വേവിക്കാൻ വയ്ക്കാം. ഈ സമയത്ത് ഇനി ഓവനിൽ വെക്കാനുള്ള പിസ തയ്യാറാക്കാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് തക്കാളി സോസ്, ചീസ്, പിന്നെ ടോപ്പിങ്സ് എല്ലാം വെച്ച് നമുക്കിനി ഓവൻ്റെ അകത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പിസ നമ്മൾ ഓവനിൽ വെച്ചു. ഏകദേശം ഒരു 25 മിനിറ്റോളം 150 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യണം. ഇതാ പാനിൽ വെച്ചിരിക്കുന്ന പിസ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, അടിപൊളി പിസയല്ലേ? നല്ല സോസും ചീസും ഒക്കെ ആയിട്ടുള്ള
പിസ്സ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണേ. അപ്പോൾ പിസ്സ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയല്ലേ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി വീണ്ടും കാണാം. ബൈ.